പ്രകാശമുള്ള ഇടങ്ങൾ തേടുന്ന കാലഘട്ടം, ദൈവാനുഗ്രഹത്തിന്റെ വിജയകഥകൾ പാടാൻ ലഭിച്ച അവസരങ്ങളെ ദൈവസ്നേഹത്തിന്റെ പ്രവാഹജലത്തിൽ ക്ഷാളനം ചെയ്യുന്ന ദിനങ്ങൾ, അടിപതറിയവയെ അടർത്തി മാറ്റിയും വിസ്മരിച്ചു കളഞ്ഞവയെ സ്മരിച്ചെടുത്തും അകന്നുപോയവയെ ചേർത്ത് നിർത്താനുമുള്ള ആത്മാവിൻ മറ്റെല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. ദൈവം നൽകിയ വലിയ അനുഗ്രഹങ്ങൾക്ക് ഒന്നുചേർന്ന് നമുക്ക് നന്ദി പറയാം. പ്രത്യേകമായി സുവർണ്ണ ജൂബിലി ആഘോഷിക്കുന്ന നമ്മുടെ സിസ്റ്റർമാരെയൊക്കെ സമർപ്പിക്കുമ്പോൾ അവരെല്ലാം പ്രത്യേകമായി ഓർക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുകയാണ്. ഇന്ന് ഇവിടെ വിശുദ്ധ ബലി അർപ്പിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരെ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്ന വളരെ സന്തോഷം. മുഖത്ത് നോക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു ഗൗരവം വിചാരിച്ചല്ലോ, പ്രത്യേകം പറഞ്ഞെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് സന്തോഷിക്കാം. അവർണ്ണനീയമായ ദാനത്തിന് നല്ല തമ്പുരാനെ നിനക്ക് നന്ദി എന്ന് പറയുന്ന നിമിഷങ്ങളാണ്. ദൂഷ്യത്തിന് ഒത്തിരി അടുത്ത് എനിക്ക് പരിചയം. 1991 മുതൽ അഭേദ്യമായിട്ട് ഞാൻ ബന്ധപ്പെട്ടായിരിക്കും. ആ വിധത്തിൽ പലയിടത്ത് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛനെ കാണുമ്പോഴെല്ലാം ഞാൻ ഓർക്കുന്ന ഒരു ഭാഗമാണ്, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഉണ്ടാകണം, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം. അതുകൊണ്ടാണ് അച്ഛനോട് ഈ ഭാഗം വായിക്കാൻ പറഞ്ഞത്. പൗരോഹിത്യത്തിൻ്റെ സന്തോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എല്ലായിടത്തും അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ്റെ ജൂബിലിയിലെ എല്ലാ മംഗളങ്ങളും അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ നല്ല ജീവിതം ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. 25 കൊല്ലം എന്ന് പറയുന്ന കളിതമാശകളുടെ കാലമാണ്. ഇനി അങ്ങോട്ട് ഗൗരവമായിട്ടുള്ള കാലങ്ങളാണ്. അതിനുള്ള ഊർജ്ജം സമ്പാദിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ജൂബിലി ആഘോഷം എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ജൂബിലി ഞാൻ കരുമാനിയിൽ ആഘോഷിച്ച അവസരത്തിൽ പിതാവിനോട് പറഞ്ഞു, അച്ഛൻ്റെ ജീവിതം ആരംഭിക്കാൻ പോണേ ഉള്ളൂ. അങ്ങനെ ഏതായാലും ഞങ്ങളുടെ ഈ സന്തോഷത്തിലൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയം ചെയ്യുകയാണ്. വാദങ്ങളാരും നിൽക്കാതെ നമുക്ക് ഉള്ളിലോട്ട് പ്രവേശിക്കാം. ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ നമുക്ക് ഈ വിരുന്നിലോട്ട് പങ്കുചേരാം. ആദ്യമായിട്ട് ഫിസ്റ്റേറിയൻ ബൊക്കെ നൽകുകയാണ്. ഏറ്റവും ആദ്യമായിട്ട് ഞങ്ങളുടെ ഏറ്റവും സ്നേഹമുള്ള മദർ ബൊക്കെ നൽകുകയാണ്. സിസ്റ്റർ വിലോയ്ക്ക് ബൊക്കെ നൽകുന്നത് ബഹുമാനപ്പെട്ട തോമസ് അച്ഛനാണ്. തോമസ് അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പേര് വിളിക്കുമ്പോൾ ഞെട്ടരുത്. സിസ്റ്റർ ആലിസിന് ബൊക്കെ നൽകുന്നത് സിസ്റ്റർ റോയ്സ് ആണ്. സിസ്റ്റർ റോയ്സിനെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. സിസ്റ്റർ ബൊക്കെ നൽകുന്നത് സിസ്റ്റർ ചെസിനാണ്. ചെസിൻ സിസ്റ്ററിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഫോട്ടോയോട് വെച്ചിട്ട് ചെസിൻ സിസ്റ്റർ പൊന്നാടടിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ശിഷ്യൻ അബ്ദുല്ലച്ചനെ ക്ഷണിക്കുകയാണ്. സംസ്ഥാനത്തിന് ബൊക്കെ അടിക്കുന്നതിന് വേണ്ടിയിട്ട് ജിനോജനെ ക്ഷണിക്കുന്നു.
ജയമോഹനച്ചനെ ക്ഷണിക്കുകയാണ്. ഇവർക്കുള്ള സമ്മാനങ്ങൾ കൈമാറുന്നതിന് വേണ്ടി സിസ്റ്റർ റോസിനെ ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ ഭവനത്തിന്റെ ഫസ്റ്റ് കൗൺസിലർ സിസ്റ്റർ റോസിനെ ക്ഷണിക്കുന്നു. സിസ്റ്റർ ലില്ലിയെ ക്ഷണിക്കുന്നു. വികാരിയച്ചന് സമ്മാനം നൽകുന്നത് പ്രോസസ്സിലേക്ക്. സിസ്റ്റർ തിരുവാണിക്ക് സമ്മാനം കൊടുക്കുന്ന സിസ്റ്റർ ലില്ലി. സിസ്റ്റർ ആലീസിന് സമ്മാനം കൊടുക്കുന്ന സിസ്റ്റർ ലിസ. സിസ്റ്റർ എലിസബത്തിന് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി ഏറ്റവും സ്നേഹത്തോടെ സെബാസ്റ്റ്യനെ ക്ഷണിക്കുകയാണ്. ജൂബിലിയുടെ കേക്ക് മുറിക്കുന്നതിനായിട്ട് സജ്ജമാവുക. ഫോട്ടോ സെക്ഷൻ വളരെ കൃത്യമായി ക്രമീകരിക്കാൻ അതനുസരിച്ച് നിൽക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് കൈമാറിയ എല്ലാ സാധനങ്ങളും കൈകളിൽ ഉണ്ടായിരിക്കണം. ഒരു സാധനം നഷ്ടപ്പെടാതെ ജൂബിലി ഗാനം ആരംഭിക്കാൻ വേണ്ടിയിട്ട് തിരുപ്പതി കമ്മ്യൂണിറ്റിയിൽ എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. Jubilee
ബഹുമാനപ്പെട്ട ജോഷി അച്ഛ, സിസ്റ്റർ ഫിലോ, സിസ്റ്റർ ആലീസ്, സിസ്റ്റർ എലിസബത്ത്. ഇന്ന് നമുക്ക് ഇരട്ടി സന്തോഷത്തിന്റെ സുദിനമാണ്. ദൈവം വിളിച്ച വിളിയോട് അവിരാമം ആമേൻ പറഞ്ഞ, കാലത്തിന് നിരൂപിക്കപ്പെട്ട് വിളിയുടെ തീക്ഷ്ണത ഒട്ടും ചോർന്നു പോകാതെ കൂടുതൽ ശക്തിയോടും പക്വതയോടും കൂടി ജീവിച്ച രണ്ട് മഹനീയ വ്യക്തിത്വങ്ങളെ അനുസ്മരിക്കുന്ന സുദിനം. സിസ്റ്റർ ഫിലോയുടെ സുവർണ ജൂബിലിയും ജോഷി അച്ഛന്റെ രജത ജൂബിലിയും സംയുക്തമായി ആഘോഷിക്കുന്ന വേളയിലാണ് നാം ഓരോരുത്തരും. ഇവരോട് ചേർന്ന് നമുക്കും ദൈവത്തിന് നന്ദി പറയാം. വിശുദ്ധ അഗസ്റ്റീനോസ് പറയുന്നു, ദൈവത്തിൽ വിശ്രമം പ്രാപിക്കുന്നതുവരെ എന്റെ ഹൃദയം അസ്വസ്ഥമാണ് എന്ന്. ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാനുമായിട്ട് വൈദിക അഭിഷേക വട്ടം സ്വീകരിച്ചതിന്റെ 25 വർഷങ്ങൾ പിന്നിടുമ്പോൾ ബഹുമാനപ്പെട്ട അച്ഛനെ കുറിച്ച് നന്ദിയോടെ മാത്രമേ ഓർക്കാനുള്ളൂ. അച്ഛൻ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും സംതൃപ്തിയോടും കൂടി ജീവിക്കുന്ന ഒരു വൈദികനാണെന്ന് ഞങ്ങൾക്ക് പലപ്പോഴും അനുഭവമായിട്ടുണ്ട്. മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനുള്ള വിളി എത്രമാത്രം ഭാരമേറിയതാണോ അത്രത്തോളം മനോഹരവുമാണെന്ന് അച്ഛന്റെ ജീവിതത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ജീവിത ലാളിത്യവും അതിരറ്റ ക്ഷമയും എല്ലാവർക്കും സമീപിക്കാവുന്ന വ്യക്തിത്വവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനസ്സിലാക്കുന്ന ഹൃദയവുമെല്ലാം അച്ഛനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു. ഒരുക്കത്തോടു കൂടിയ ദിവ്യബലി അർപ്പണവും എല്ലാ ഞായറാഴ്ചകളിലുമുള്ള വചന പ്രഘോഷണവും കുടുംബ കൂട്ടായ്മ സജീവമാക്കാനുള്ള പരിശ്രമവുമെല്ലാം ഞങ്ങളെയും ദൈവജനത്തെയും വിശ്വാസ ജീവിതത്തിൽ ഒരു പടി കൂടി വളർത്തുന്നു എന്ന് സന്തോഷത്തോടെ പറയട്ടെ. ആധുനിക ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവരാജ്യ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള അച്ഛന്റെ പരിശ്രമങ്ങൾ, അധ്വാനങ്ങൾ എടുത്തു പറയത്തക്കതാണ്. സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന അച്ഛൻ വേറിട്ട ഒരു അജപാലന സാമീപ്യം ജനങ്ങൾക്ക്, ദൈവജനത്തിന് നൽകുന്നു. ഇന്ന് യൂട്യൂബ് ജനങ്ങളെ കണ്ടുമുട്ടുന്ന ഒരു വേദിയായി കണക്കാക്കുന്നു. ഇടവകളിൽ നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾ ചാനൽ വഴി ഏവരുടെയും കൈകളിൽ എത്തിക്കുന്നു. ദൈവജനത്തിന്റെ ഹൃദയങ്ങൾ തൊട്ടറിയുന്ന, അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന, എല്ലാ ദിവസവും അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അച്ഛൻ ആടുകളുടെ ചൂടുള്ള മണമുള്ള ഒരു ഇടയനാണ്. വിശ്വാസ ജീവിതത്തിന്റെ വിളവെടുപ്പുകാരനും ദൈവത്തിന്റെ കൂടുവേലക്കാരനുമായ അച്ഛൻ ജീവിതത്തിലൂടെ സഭയ്ക്കും ഇടവകയ്ക്കും കുടുംബങ്ങൾക്കും ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിന് നൽകുന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അച്ഛന് പൗരോഹിത്യ രജത ജൂബിലിയുടെ പ്രാർത്ഥനകളും ആശംസകളും സ്നേഹത്തോടെ നേരുന്നു. പറഞ്ഞിട്ടുകൂടെ നിൽക്കുകയാണ്. കാരണം എല്ലാവരും എല്ലാ അടുക്കള മുതൽ അക്കാര വരെ നന്ദി പറഞ്ഞു കഴിഞ്ഞു. ഈ അവസരത്തിൽ ഞാനിങ്ങനെ നമ്മുടെ ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ പറഞ്ഞ വാക്കുകൾ ഓർക്കുകയാണ്. അച്ഛൻ പറയുകയുണ്ടായി, അച്ഛൻ വലിയ താല്പര്യമില്ലായിരുന്നു ആഘോഷിക്കാൻ, ജൂബിലി ആഘോഷിക്കാൻ വേണ്ടി. ഇപ്പോൾ വേറൊരു അച്ഛനൊരു ഉപദേശം കൊടുത്തു, മരിച്ചു കഴിയുമ്പോൾ പറയുന്ന നല്ല വാക്കുകൾ കേൾക്കണമെങ്കിൽ നമ്മൾ ഈ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കണം. അപ്പോൾ നമ്മളെക്കുറിച്ച് നല്ലതൊക്കെ ആ സമയത്ത് പറയുന്നത് ഇപ്പോൾ തന്നെ കേൾക്കുവാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഒത്തിരിയേറെ നല്ല വാക്കുകൾ ഞാനിങ്ങനെ സന്തോഷപൂർവ്വം കേൾക്കുകയാണ്. ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ എല്ലായിടത്തും തന്നെ ഇവരുടെ കഠിനാധ്വാനം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തോമസ് അച്ഛനാന്ന് തോന്നുന്നു 25-ൽ നിന്ന് 50-ലേക്ക് പോകുന്നതിൻ്റെ ഒരു പ്രതീകമാണ് അത് ചിത്രം. അപ്പോൾ അങ്ങനെ നമുക്കറിയാം നമ്മുടെ അച്ഛന്മാർ എത്ര ത്യാഗത്തോടു കൂടിയാണ് വന്നത്. ജൈവരച്ചർ അവിടെ കേടിച്ചറിൽ പെയിന്റിങ് അടിക്കുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് വന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ നിങ്ങളെല്ലാവരും കൂടി വന്നതുകൊണ്ടാണ് കൂടുതൽ
മനോഹരമായ ആഘോഷമായിട്ട് മാറിയത്. ഞാനിങ്ങനെ ചിന്തിച്ചത്, ഇങ്ങനെ ജൂബിലി ആഘോഷിക്കണമെന്ന് വിചാരിച്ചപ്പോൾ വൈകുന്നേരം ഒരു 7 മണിക്ക് ഒരു കുർബാനയും പിന്നെ ഇവിടെയുള്ള കമ്മ്യൂണിറ്റിക്കാരോ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം 1-2 സ്ഥലത്തോടെയൊക്കെ ഇങ്ങനെ രൂപതയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 5-6 അച്ഛന്മാർ എന്നോട് വന്ന് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ വരുന്നുണ്ട്, ജൂബിലിക്ക് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോഴാണ് വലിയൊരു ആഘോഷമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിച്ചത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒത്തിരിയേറെ കഠിനാധ്വാനമുണ്ട്. ഈ മനോഹരമായ ഭക്ഷണം, ഓരോരോ കാര്യം എല്ലാ സിസ്റ്ററും നന്ദി പറയുകയുണ്ടായി. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് വേറെ ഒരു ഭാഗത്തിലും കൂടി ആഘോഷമുണ്ടെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്, ബത്തേരി അല്ലേ. അത് നമുക്ക് വേറെ ദിവസമാക്കായിരുന്നു. അത് കഴിഞ്ഞ് അതുപോലെ വൈകുന്നേരമൊക്കെ ആക്കാമായിരുന്നു. എന്തായാലും എല്ലാം ഇതിൻ്റെ പുറകെ എല്ലാം നേതൃത്വം നൽകിയത് നമുക്കറിയാം, ഈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒത്തിരിയേറെ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റിയാണ്. മറ്റു പല സിസ്റ്റർമാർ, പല കമ്മ്യൂണിറ്റി സിസ്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിലും അവരെക്കാളെല്ലാം കൂടുതൽ അധ്വാനമായിട്ട്, അതായത് നമ്മുടെ സ്കൂള്, അവിടുത്തെ കുട്ടികൾ എത്ര അതിൻ്റെ പുറകിൽ എത്ര ത്യാഗം ആവശ്യമാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇവിടെ ഈ പ്രദേശത്തുള്ള പ്രായമായവരെയൊക്കെ ഒരുമിച്ച് കൂട്ടിയുള്ള പ്രവർത്തനങ്ങൾ, യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ ഒത്തിരിയേറെ പ്രവർത്തനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ജൂബിലി ആഘോഷിക്കുവാനായിട്ട് സന്മനസ് കാണിച്ച മദർ സുപ്പീരിയർ ടീമിന് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അച്ഛന്മാർക്കും തോമസിന് നല്ല സന്ദേശമൊക്കെ നൽകി. അതുപോലെ തന്നെ ഇനി എല്ലാവർക്കും നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നല്ല വാക്കുകൾക്കും പ്രോത്സാഹനത്തിനും എല്ലാം ഒത്തിരിയേറെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ ആഘോഷം കുറേ നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തു നടത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറയുകയാണ്. എല്ലാവരും തന്നെ ക്ഷണം സ്വീകരിച്ചു. സന്തോഷത്തോടുകൂടി തന്നെ കൃത്യസമയത്ത് എല്ലാവരും എത്തിച്ചേർന്നു. അകമഴിഞ്ഞ ആശംസകളൊക്കെ നേർന്നു. എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്നേഹത്തോടുകൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആശംസഗാനം പാടാം, ആമോദയാഗം മൂളാം. ആശംസഗാനം പാടാം, ആമോദയാഗം മൂളാം. തിരിയാത്ത ഓർമ്മകൾ, ഒഴിയാത്ത നന്മകൾ, മൃദുമന്ത്രണം നീട്ടിവൃത്തി. തിരിയാത്ത ഓർമ്മകൾ, ഒഴിയാത്ത നന്മകൾ, മൃദുമന്ത്രണം നീട്ടിവൃത്തി. ഞങ്ങൾ പാടാം മംഗളങ്ങൾ, ഒന്നായി നേരാം ആശംസകൾ. ഞങ്ങൾ പാടാം മംഗളങ്ങൾ, ഒന്നായി നേരാം ആശംസകൾ.